ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായി മികച്ച ഫോമിൽ കളിക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. 2022 ഫൈനലിൽ കടന്ന അവർ 2023 5-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 2024 പ്ലേ ഓഫിലെത്താനും സഞ്ജു നയിക്കുന്ന റോയൽസിന് സാധിച്ചു. 2022 മെഗാ ലേലത്തിൽ നിന്ന് മികച്ച സ്ക്വാഡിനെ ലഭിച്ചതായിരുന്നു രാജസ്ഥാന്റെ കുതിപ്പിന്റെ നിർണായകമായത്. എന്നാൽ 2025 സീസണ് മുന്നോടിയായി നടന്ന IPL മെഗാലേലം രാജസ്ഥാനെ സംബന്ധിച്ച് അത്ര മികച്ചതായിരുന്നില്ല. മെഗാലേലത്തിൽ ഇത്തവണ ഏറ്റവും മോശമായി ഇടപെട്ട ടീമുകളിലൊന്നും രാജസ്ഥാനാണ്. താരലേലത്തിന് മുൻപ് 6 താരങ്ങളെയായിരുന്നു രാജസ്ഥാൻ നിലനിർത്തിയത്. ഇതുമൂലം പേഴ്സ് ബാലൻസിൽ കുറവ് വന്നതും റോയൽസിന് തിരിച്ചടിയായി. അതേസമയം ഏതാനും മികച്ച താരങ്ങളെ രാജസ്ഥാന് സ്വന്തമാക്കാനായി. സ്ക്വാഡിൽ അടിമുടി മാറ്റം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ലെ 1-ാം ചോയ്സ് വിദേശ താരങ്ങൾ ആരൊക്കെയായിരിക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ട്. പരമാവധി 4 വിദേശ താരങ്ങളെയാണ് ഒരു ടീമിന് പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. കഴിഞ്ഞ സീസണിൽ ജോസ് ബട്ട്ലർ, ഷിംറോൺ ഹെറ്റ്മെയർ, റോവ്മാൻ പവൽ, ട്രെന്റ് ബോൾട്ട് എന്നിവരായിരുന്നു രാജസ്ഥാന്റെ പ്ലേയിങ് 11-ലെ പ്രധാന വിദേശികൾ. അടുത്ത സീസണിൽ സഞ്ജുവിന്റെ 1-ാം ചോയ്സ് വിദേശ കളിക്കാർ ആരൊക്കെയായിരിക്കുമെന്ന് നോക്കാം. കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന വിദേശ താരങ്ങളിൽ ഷിംറോൺ ഹെറ്റ്മെയറെ മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയത്. 2022 മുതൽ രാജസ്ഥാനൊപ്പമുള്ള ഈ വെസ്റ്റ് ഇൻഡീസ് താരം ടീമിന്റെ വിശ്വസ്ത ഫിനിഷറാണ്. വരും സീസണിലും ടീമിന്റെ ബാറ്റിംഗ് നിരയിലെ പ്രധാനിയായിരിക്കും ഹെറ്റ്മെയർ. മറ്റ് വിദേശ ബാറ്റർമാർ സ്ക്വാഡിൽ പോലും ഇല്ല എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ അടുത്ത സീസണിലെ മുഴുവൻ മത്സരങ്ങളിലും ഹെറ്റ്മെയർ രാജസ്ഥാന്റെ പ്ലേയിങ് 11-ൽ എത്താനാണ് സാധ്യത. അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന തുറുപ്പുചീട്ടുകളിൽ ഒന്നാകും ജോഫ്ര ആർച്ചർ. ഇംഗ്ലണ്ട് സൂപ്പർ താരമായ ആർച്ചറെ മെഗാലേലത്തിൽ നിന്ന് 12.5 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. 2018-2021 കാലയളവിൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഭാഗമായിരുന്നു ആർച്ചർ. മത്സരത്തിന്റെ ഏത് സമയത്തും വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ സാധിക്കുന്ന ആർച്ചർ വാലറ്റത്ത് ബാറ്റിംഗ് വെടിക്കെട്ട് നടത്താനും കെൽപ്പുള്ള താരമാണ്. പരിക്കോ ഫിറ്റ്നസ് പ്രശ്നങ്ങളോ ഒന്നും അലട്ടിയില്ലെങ്കിൽ അടുത്ത സീസണിലെ എല്ലാ കളികളിലും രാജസ്ഥാൻ റോയൽസ് പ്ലേയിങ് 11-ൽ ആർച്ചറെ കാണാം. ശ്രീലങ്കൻ സ്പിന്നറായ വനിന്ദു ഹസരംഗയും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ലെ പ്രധാനികളിൽ ഒരാളാകും. ഇത്തവണത്തെ മെഗാലേലത്തിൽ 5.25 കോടി രൂപയ്ക്കായിരുന്നു ഹസരംഗയെ രാജസ്ഥാൻ റാഞ്ചിയത്. ഹസയെ മുൻനിർത്തിക്കൊണ്ട് സ്പിൻ ആക്രമണമാകും അടുത്ത സീസണിൽ രാജസ്ഥാന്റേതെന്ന് ഉറപ്പാക്കാം. ബാറ്റിംഗിലും തിളങ്ങാൻ സാധിക്കുന്നതിനാൽ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിരിക്കും ഈ താരം. മറ്റൊരു ശ്രീലങ്കൻ താരമായ മഹീഷ് തീഷ്ണയാകും രാജസ്ഥാന്റെ 1-ാം ചോയ്സ് വിദേശ താരങ്ങളിൽ ഒരാളാവുക. മിസ്റ്ററി സ്പിന്നർ എന്ന ടാഗ് ലൈനുള്ള ഈ താരത്തെ 4.4 കോടി രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ റോയൽസ് മെഗാലേലത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. ഹസരംഗയും തീക്ഷ്ണയും ചേർന്നുള്ള ബൗളിംഗ് ആക്രമണമാകും ഇക്കുറി രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.